ഒരു കാലത്ത് മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഏറ്റവും പ്രധാനികളിൽ ഒരാൾ തന്നെയായിരുന്നു നമ്മുടെ എല്ലാ പേരുടെയും പ്രിയപ്പെട്ട ഉർവശി എന്ന നായിക. ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി കഥാപാത്രങ്ങളാണ് മലയാളത്തിന് ഉർവശി നൽകിയിട്ടുള്ളത്. അതിനുശേഷം സിനിമയിൽ സജീവമായി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഉർവശി മനോജ് കെ ജയനും തമ്മിൽ പ്രണയത്തിലാകുന്നതും ഇവർ വിവാഹം കഴിക്കുന്നതും. ഇരുവരുടെയും വിവാഹശേഷം ഇരുവരും നല്ല സന്തോഷത്തിലായിരുന്നെങ്കിലും പിന്നീട് ജീവിതത്തിൽ ഇരുവരും ഏറെ സന്തോഷവാനും സന്തോഷവതിയുമായിരുന്നെങ്കിലും എപ്പോഴൊക്കെ ഇവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. ഒടുവിൽ 2020 വിവാഹിതരായ മനോജ് കെ ജയനും ഉർവശിയും 2008 ഇവരുടെ വിവാഹബന്ധം വേർപിരിഞ്ഞു. ആ സമയത്ത് ഇവർക്ക് കുഞ്ഞാറ്റ എന്ന ഒരു മകൾ കൂടി ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഈ ഒരു കുടുംബത്തിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ അറിയാൻ ആരാധകർക്ക് ഏറെ പ്രിയമാണ്. 2008 വിവാഹമോചിതയായ ഉർവശി പിന്നീട് 2013 ശിവപ്രസാദ് എന്ന ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചു. ചെന്നൈ ബേസ് ആയിട്ടുള്ള ഒരു ബിൽഡറാണ് ഈ ശിവപ്രസാദ് എന്ന് പറയുന്ന വ്യക്തി. പിന്നീട് ശിവപ്രസാദിനും ഉർവശിക്കും ഒരു മകൻ കൂടി ജനിച്ചു. ഇഷാൻ പ്രജാപതി എന്നാണ് ഇവരുടെ മകൻ്റെ പേര്. ഇപ്പോഴിതാ മകനെയും കുടുംബത്തെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഉർവശിയുടെ ഭർത്താവായ ശിവപ്രസാദ് തന്നെയാണ്. ഇഷാൻ ജീവിതത്തിലേക്ക് വന്ന ശേഷം തൻ്റെ ജീവിതം ഒരുപാട് മാറി എന്ന് തന്നെയാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം ഉർവശിയെക്കുറിച്ചും പറയുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ താൻ വളരെയധികം കർക്കശക്കാരനായ ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ ആയിരുന്നു. എന്നാൽ താൻ ജീവിതത്തെക്കുറിച്ച് കണ്ടു തുടങ്ങിയതും അല്ലെങ്കിൽ സ്വപ്നം കണ്ടു തുടങ്ങിയതൊക്കെ ഉർവശി തൻ്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷമാണ് എന്നാണ് ശിവപ്രസാദ് പറയുന്നത്. അതുപോലെ ഒരു മുൻകോപക്കാരനായിരുന്നു ശിവപ്രസാദ് എന്ന വ്യക്തി. ഇഷാൻ എന്ന മകൻ തൻ്റെ ജീവിതത്തിൽ വന്നതോടുകൂടി എങ്ങനെ ഒരു കുഞ്ഞിനെ നോക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി. ആദ്യമൊക്കെ ഇഷാനെ കയ്യിലെടുക്കാൻ പോലും പേടിയായിരുന്നു. എന്നാൽ പിന്നീട് ആ പേടിയൊക്കെ മാറി. ഇതിന് ആദ്യം മാറ്റിവെക്കേണ്ടത് തന്നെ മുൻകോപമാണെന്നും ചിന്തിച്ചു മാത്രമേ ഇനി കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലായി എന്നും ശിവപ്രസാദ് പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒപ്പം ജനിക്കുന്നത് ഒരു അച്ഛനും അമ്മയും കൂടെയാണ്. പ്രായവും പക്വതയും അതിലേറെ മറ്റ് കാര്യങ്ങളും അച്ഛനും അമ്മയ്ക്കും അപ്പോഴുണ്ടാകണം. അതൊക്കെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതും ഇഷാൻ വന്ന ശേഷമാണ് എന്നാണ് ശിവപ്രസാദ് പറയുന്നത്. ഒപ്പം കുഞ്ഞാറ്റയെക്കുറിച്ചും ശിവപ്രസാദ് പറയുന്നുണ്ട്. ഉർവശിയുടെ ആദ്യ മകളാണ് എങ്കിൽ കൂടി ഇഷാൻ്റെ സ്വന്തം സഹോദരിയാണ് കുഞ്ഞാറ്റ മോള്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിനും ഇഷാന് വേണ്ടി ഓടിയെത്തുന്നതും കുഞ്ഞാറ്റ തന്നെയാണ്. കുഞ്ഞാറ്റ മാത്രമല്ല, ഉർവശിയുടെ സഹോദരിയുടെ മകളായ ശ്രീമയും ഇഷാന് വളരെ പ്രിയപ്പെട്ടവൾ തന്നെയാണ്. ഇഷാൻ വളർന്ന് വലുതാകേണ്ടത് ഈ സഹോദരിമാരുടെ കളിയും ചിരിയും സ്നേഹവും നിറഞ്ഞ വാത്സല്യത്തിൽ തന്നെയായിരിക്കണമെന്നാണ് ശിവപ്രസാദ് പറയുന്നത്. കുഞ്ഞാറ്റ നല്ലൊരു മകളാണ്, നല്ലൊരു ചേച്ചിയാണ്, എന്തിന് നല്ലൊരു കുട്ടി തന്നെയാണ് എന്നാണ് ശിവപ്രസാദും പറയുന്നത്. നേരത്തെ തന്നെ മനോജ് കെ ജയനും ഈ ഒരു കാര്യം വ്യക്തമാക്കിയെത്തിയിരുന്നു. ഇഷാൻ കരയുന്ന സമയത്ത് ഇഷാനെ എടുക്കാനായി കുഞ്ഞാറ്റെ ഉർവശിയുടെ അടുത്തേക്ക് ആശ തന്നെ, അതായത് മനോജ് കെ ജയൻ്റെ രണ്ടാമത്തെ ഭാര്യ തന്നെ പറഞ്ഞു വിടുമെന്നുള്ള കാര്യം മനോജ് കെ ജയനും നേരത്തെ തന്നെ തുറന്നു പറഞ്ഞെത്തിയിരുന്നു. എന്ത് തന്നെയായാലും രണ്ടാമത്തെ വിവാഹത്തിലാണെന്നെങ്കിലും ഈ താരദമ്പതികളും മക്കളുമൊക്കെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ആരാധകർക്കും ഇപ്പോൾ ഏറെ സന്തോഷം ആയിരിക്കുകയാണ്.